കഴിഞ്ഞ ദിവസം RBI പ്രഖ്യാപിച്ച 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും മാർക്കറ്റിൽ വ്യക്തമായ സ്വാധീനം ചെലുത്തിയില്ല എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് നമ്മൾക്ക് നൽകുന്നത്. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 0.18% ഇടിഞ്ഞ് 23,559 ക്ലോസിംഗ് നൽകി. തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം RBI 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിക്കുകയും റെപ്പോ റേറ്റ് 6.5% നിന്നും 6.25% കുറയ്ക്കുകയും ചെയ്തു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തന്നെയാണ്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു തീരുമാനമാണ് RBI എടുത്തത്. അതേസമയം ഗ്ലോബൽ അൺസർട്ടനിറ്റീസും വോളറ്റിലിറ്റീസും കണക്കിലെടുത്തുകൊണ്ട് ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ തുടരുക എന്നുള്ള തീരുമാനമാണ് RBI കൈക്കൊണ്ടത്. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന വണ്ണം കഴിഞ്ഞ ദിവസം RBIയുടെ പോളിസി സെൻസിറ്റീവ് സ്റ്റോക്കുകളായ ബാങ്കിങ്, ഫിനാൻസ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് കാണാൻ സാധിച്ചു. അതായത് RBIയുടെ 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്ന തീരുമാനം മാർക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തിയില്ല എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് നൽകുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ബ്രെഡ്ത്ത് നമ്മൾ പരിശോധിച്ചാൽ 2402 സ്റ്റോക്കുകൾ പോസിറ്റീവ്, 2402 സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലും 1520ഓളം സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിലും ക്ലോസിംഗ് നൽകി. ഏകദേശം 102ഓളം സ്റ്റോക്കുകൾ 52 വീക്ക് ലോയിലേക്ക് എത്തുകയും ചെയ്തു. നിഫ്റ്റി 50യിൽ 28 സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിലും 23 സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. ടാറ്റ സ്റ്റീൽ, ITC ഹോട്ടൽ, ഭാരതി എയർടെൽ, JSW സ്റ്റീൽ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയപ്പോൾ SBI, അദാനി പോർട്ട്, ITC, ബ്രിട്ടാനിയ തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 0.68% ഉയർന്നപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.13% ഉയർന്നത്. സെക്ടോറിയൽ പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ BSE ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ് 1% ഇടിഞ്ഞു. FMCG ഇൻഡെക്സ് 1.25, എനർജി ഇൻഡെക്സ് 1.07, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡെക്സ് 0.73% ഇടിഞ്ഞപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ 2.64%, മെറ്റൽ 2.4%, കൺസ്യൂമർ ഡ്യൂറബിൾ 1.2%, ഓട്ടോ ഇൻഡെക്സ് 0.64% ഉയർന്നു. 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രഖ്യാപിച്ചിട്ടും ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലെ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. അതേസമയം ഓട്ടോ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. പ്രമുഖ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. SBI, ബാങ്ക് ഓഫ് ബറോഡ, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കാനറ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ 1.5% ഇടിഞ്ഞു. BSE ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സ് 0.27% ഇടിഞ്ഞു. ഇവിടെ 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൽ ഒരു മൊമെൻറ്റം കൊണ്ടുവന്നിട്ടില്ല. അതേസമയം ഇതിൻ്റെ ഒരല്പമെങ്കിലും ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾക്കായിരിക്കും ലഭിക്കുക. അതിൻ്റെ ഇമ്പാക്റ്റാണ് കഴിഞ്ഞ ദിവസം റിയാലിറ്റി സെക്ടറിലെ സ്റ്റോക്കുകളിൽ കാണാൻ സാധിച്ചത്. 25 ബേസിസ് പോയിന്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഹൗസിംഗ് ഫിനാൻസ് അല്ലെങ്കിൽ ഹോം ലോണുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാൻ സാധ്യതയുണ്ട്. ഇത് അഫോർഡബിൾ ഹൗസിംഗ് ബയേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഫോർഡബിൾ ഹൗസിംഗ് ബയേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളെ നമ്മൾക്ക് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇനി വരും ട്രേഡിംഗ് സെഷനിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലുകൾ മനസ്സിലാക്കാം. 3 ദിവസം നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടും 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെ മാർക്കറ്റ് ക്ലോസിംഗ് നൽകാത്തത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 23,800 വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 3 ദിവസത്തെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും 23,800 മാർക്കറ്റിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. 23,500, 23,400 തുടങ്ങിയ ലെവലുകളിൽ മാർക്കറ്റിന് മികച്ച സപ്പോർട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് രീതിയിലുള്ള പോസിറ്റീവ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിട്ടും മാർക്കറ്റിന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകാൻ സാധിക്കാത്തത് ഉയർന്ന വോളറ്റിലിറ്റിയുടെ സൂചനയായി വിലയിരുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ 23,800 എന്ന ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 23,800 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ തന്നെ 23,900, 24,000, 24,250 തുടങ്ങിയ ലെവലുകളൊക്കെ മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇനി വരും ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്ന ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിലെ ഒരു സ്റ്റോക്ക് ആയതുകൊണ്ട് പരിഗണിക്കാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ബിയറിഷ് ട്രെൻഡിലാണ്. അതേസമയം ബോട്ടം ലെവലിൽ നിന്നും
പോസിറ്റീവ് ക്യാൻഡിൽ ഫോർമേഷൻ സ്റ്റോക്കിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ബജാജ് ഫിൻസർവും ബജാജ് ഫിനാൻസും ഏകദേശം പാരലലായി മൂവ് ചെയ്യുന്ന രണ്ട് സ്റ്റോക്കുകളാണ്. അതിൽ ബജാജ് ഫിനാൻസ് ട്രിപ്പിൾ ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിനു ശേഷം ബ്രേക്കൗട്ട് നൽകുകയും ഓൾ ടൈം ഹൈയിലേക്ക് സ്റ്റോക്ക് ഉയരുകയും ചെയ്തു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 8000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. 8000 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത സ്റ്റോക്ക് 8600 വരെ എത്തുകയും അതിനുശേഷം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 8474 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 8000, 7850 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഇതേ അനോളജി വെച്ച് നമ്മൾക്ക് ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിനെ കൂടി പരിഗണിക്കാം. ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുകയാണ്. ടെക്നിക്കലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനും വന്നു കഴിഞ്ഞു. 1900, 1950, 2000 തുടങ്ങിയ ലെവലുകളായിരിക്കും റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. 1750ൻ്റെയോ 1725ൻ്റെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.